RSS പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ശകാരത്തിന് മുന്നിൽ ചൂളി നിൽക്കുന്ന കേരളത്തിലെ വൈസ് ചാൻസലർമാർ JNUവിലെ ഈ സ്ത്രീയായ വൈസ് ചാൻസലറെ കണ്ടുപഠിക്കണം. വൈസ് ചാൻസലർമാർ മാപ്പ് പറയണമെന്ന കടുംപിടുത്തമാണ് മുഖ്യമന്ത്രി VD സതീശന്. അദ്ദേഹം അങ്ങനൊരു കടുംപിടുത്തം പിടിക്കുന്നതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമാണ് എന്ന് പരക്കെ ആക്ഷേപങ്ങളുണ്ട്. ഈ അവസരത്തിൽ JNUവിലെ വൈസ് ചാൻസലർ ശാന്തി ശ്രീ പണ്ഡിറ്റ് ശരിക്കും മാതൃകയാവുകയാണ്. ശാന്തി ശ്രീ പണ്ഡിറ്റ് പറയുന്നു, താൻ ഹിന്ദുവാണ്, എന്നാൽ തനിക്ക് സംഖ്യയാണ് എന്ന് പറയാൻ ഒരു മടിയുമില്ല, പേടിയുമില്ല. ഹിന്ദുവാണ് എന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായി ബന്ധമുണ്ട് എന്നും അതിൽ അഭിമാനിക്കുന്നു എന്നും പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് JNU വൈസ് ചാൻസലർ. ഒരു ഹിന്ദുവായതിലും അതിലേറെ സംഘത്തിൽ ഉൾപ്പെട്ടതിലും ഞാൻ അഭിമാനിക്കുന്നു. ഇടതുപക്ഷ പ്രചാരണത്തെ ചെറുക്കാൻ നമുക്ക് ആഖ്യാന ശക്തി ആവശ്യമാണ്. ഇടതുപക്ഷത്തിനെതിരെ പോരാടാൻ ഒരു പ്രതി ആഖ്യാനം വളർത്തിയെടുക്കേണ്ടതുണ്ട്. എനിക്ക് RSSൽ നിന്നാണ് സംസ്കാരം, മൂല്യങ്ങൾ എന്നിവ ലഭിച്ചത്. ഞാൻ സംഘത്തിൽപ്പെട്ട ആളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറയുന്നതിൽ എനിക്കൊട്ടും മടിയില്ല. ഇതാണ് അവരുടെ വാക്കുകൾ. നരവംശാസ്ത്രപരമായി ദൈവങ്ങൾ ഉയർന്ന ജാതിയിൽപ്പെട്ടവരല്ല എന്ന ഒരു പരാമർശം ഇതിനു മുൻപ് അവർ നടത്തിയിട്ടുണ്ട്. പരമശിവൻ പോലും പട്ടികജാതിയിലോ ഗോത്രത്തിലോ ആയിരിക്കാമെന്നും JNU വൈസ് ചാൻസലർ ശാന്തി ശ്രീ ധൂലിപ്പടി പണ്ഡിറ്റ് ഒരു അവസരത്തിൽ പറഞ്ഞത് ചില ഭാഗങ്ങളിലെങ്കിലും വിവാദങ്ങളായിരുന്നു. ജാതി സംബന്ധമായ ആക്രമണങ്ങൾ നിരന്തരം വാർത്തയാകുന്നതിനിടെയായിരുന്നു ശാന്തിശ്രീയുടെ പരാമർശം വന്നത്. 9 വയസ്സുള്ള ഒരു ദളിത് ബാലൻ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ട ജാതി ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു അവസരത്തിലാണ് ഇങ്ങനെ ഒരു പരാമർശം ശാന്തിശ്രീ നടത്തിയത്. ഒരു ദൈവവും ഉയർന്ന ജാതിയിൽപ്പെട്ടതല്ല എന്നതാണ് അവരുടെ വേർഷൻ. നരവംശാസ്ത്രപരമായി നമ്മുടെ ദൈവങ്ങളുടെ ഉദ്ഭവം നിങ്ങളിൽ മിക്കവരും അറിഞ്ഞിരിക്കണം. ഒരു ദൈവവും ബ്രാഹ്മണനല്ല. ശിവൻ ഒരു ശ്മശാനത്തിൽ പാമ്പിനൊപ്പം ഇരിക്കുന്നതിനാലും ധരിക്കാൻ വളരെ കുറച്ച് വസ്ത്രങ്ങൾ ഉള്ളതിനാലും ഒരു പട്ടികജാതിയോ പട്ടികവർഗ വിഭാഗമോ ആയിരിക്കണം എന്നാണ് ശാന്തി ശ്രീ പണ്ഡിറ്റ് പറഞ്ഞത്. ബ്രാഹ്മണർ ശ്മശാനത്തിൽ ഇരിക്കും എന്ന് താൻ കരുതുന്നില്ല എന്ന പ്രസ്താവനയും അവർ നടത്തി. RSSനെ കുറിച്ച് പറയുമ്പോൾ താൻ RSSനെ കുറിച്ച് അറിയുന്ന 10ാം വയസ്സിൽ സേവികാ സമിതിയിലൂടെയാണ് എന്നാണ് ശാന്തിശ്രീ പറയുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഉറപ്പിച്ച് പറയാനാകും, സംഘത്തിൽ ജാതി, സ്ത്രീ, പുരുഷൻ അങ്ങനെ ഒരു തരത്തിലും വ്യത്യാസമില്ല. ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുണ്ട് എന്ന് കരുതി RSSന് പഥസഞ്ചലനം നടത്താൻ JNUവിൽ പറ്റില്ല എന്നില്ല. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ഓരോരുത്തർക്കും അവരുടെ പരിപാടി സംഘടിപ്പിക്കാനും ആഘോഷിക്കാനും ഒക്കെ അവകാശമുണ്ട്. പഥസഞ്ചലനം മികച്ച പരിപാടിയാണ്. പലതരത്തിൽ നിന്നുള്ള കുട്ടികൾ ഒന്നു ചേർന്ന് നിൽക്കുന്ന പരിപാടിയാണ്. അത് നമ്മുടെ സംസ്കാരം കുട്ടികളെത്തിക്കാൻ സഹായകമാകും എന്നാണ് ശാന്തിശ്രീ പറഞ്ഞത്. RSSൽ ജാതിയോ മതമോ നോക്കിയല്ല പ്രവർത്തിക്കുന്നത്. ഞാൻ തമിഴ്നാട്ടിലെ ഏറ്റവും പിന്നാക്ക ജാതിയിൽപ്പെട്ട വ്യക്തിയാണ്. എന്നോട് സംഘത്തിലെ ആരും ജാതിയോ മതമോ ചോദിച്ചിട്ടില്ല. നമ്മുടെ സംസ്കാരം, രാജ്യത്തിന്റെ അഭിമാനം ഇതുമായി ചേർത്ത് നിർത്താനാണ് സംഘം പ്രവർത്തിക്കുന്നത്. 59-കാരിയാണ് ശാന്തിശ്രീ പണ്ഡിറ്റ്. JNUവിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അവർ. JNUവിലും MPhilഉം ഇന്റർനാഷണൽ റിലേഷൻസിൽ PhDയും ചെയ്തിട്ടുണ്ട്. 1988-ൽ ഗോവ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ശാന്തിശ്രീ പണ്ഡിറ്റ് അധ്യാപന ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് 1990 മുതൽ പൂനെ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറി. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അംഗം, ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് അംഗം, കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള വിസിറ്റേഴ്സ് നോമിനി എന്ന നിലയിലൊക്കെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. വിവിധ അക്കാദമിക് ബോഡികളിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനം വഹിച്ച അവർ 29ഓളം ഗവേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.